സംഘർഷത്തിൽ പരിക്കേറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടി വന്ന വടകര MP ഷാഫി പറമ്പിൽ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. തന്നെ മർദ്ദിച്ച പോലീസുകാരൻ ആരാണെന്നും ആ പോലീസുകാരന്റെ പഴയ കേസ് ഹിസ്റ്ററിയും എന്തിനു മർദ്ദിക്കുന്നുവെന്ന ദൃശ്യങ്ങൾ വരെ ഷാഫി പുറത്തുവിട്ടു. കേരള സർക്കാരിനോട് ഷാഫി പറമ്പിലിന്റെ ചോദ്യം ഇതാണ്: തന്നെ തല്ലിയവരെ കണ്ടുപിടിക്കുന്ന AI ടൂൾ അത് ആഭ്യന്തര വകുപ്പിന്റെ കയ്യിൽ ഇല്ലേ എന്ന്. ഒരു ജനപ്രതിനിധിയെ, ഒരു പാർലമെന്റേറിയനെ ലാത്തി കൊണ്ടടിച്ച പോലീസുകാരനെതിരെ ഈ നിമിഷം വരെ നടപടിയില്ലാത്തത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ പ്രൈം സ്റ്റോറി ഇതാണ്: ഷാഫിയെ തല്ലിയവനെ സംരക്ഷിക്കുന്നത് ആരാണ്? നമുക്ക് തുടക്കത്തിൽ നിന്ന് തുടങ്ങാം. ഒക്ടോബർ 10-നാണ് ഷാഫി പറമ്പിൽ MPക്ക് സംഘർഷത്തിൽ പരിക്കേൽക്കുന്നത്. അന്ന് രാത്രി CPM നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ അത് ഷാഫിയുടെ ഷോയാണെന്ന് പറഞ്ഞ് പോസ്റ്റുകൾ കണ്ടു. മൂക്കിലെ എല്ലിന് പൊട്ടലേറ്റ ഷാഫിയെ അന്ന് തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഷാഫിയെ ഒരു പോലീസുകാരൻ മനഃപൂർവ്വം ഏന്തി വലിഞ്ഞ് തലക്കടിക്കുന്ന ദൃശ്യങ്ങൾ പിറ്റേ ദിവസം മാതൃഭൂമി ന്യൂസാണ് ആദ്യം പുറത്തുവിട്ടത്. നമ്മളിപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഷാഫി 2 പോലീസുകാരോട് സംസാരിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് മറ്റൊരു പോലീസുകാരൻ കഷ്ടപ്പെട്ട് ഏന്തി വലിഞ്ഞ് ലാത്തി കൊണ്ട് ഷാഫിയെ അടിക്കുകയാണ്, അതും തലയ്ക്ക്. ഇന്ന് ഷാഫി തെളിവുകൾ നിരത്തിയാണ് സംസാരിച്ചത്. സംസാരിക്കുന്ന തെളിവുകൾ, ആ പോലീസുകാരന്റെ പശ്ചാത്തലവും ഷാഫി വിവരിക്കുന്നു. അപ്പൊ ഗ്രനേഡ് പാർട്ടിയുടെ കയ്യിലല്ല, ഹരിപ്രസാദിന്റെ കയ്യിലാണ് ഈ സാധനം ഉണ്ടായിരുന്നത്. ജനക്കൂട്ടമായിട്ടുള്ള തിക്കും തിരക്കും അല്ല. ഇത് കയ്യിൽ വെച്ച്, ലാത്തിയും കയ്യിൽ വെച്ച് അതുകൊണ്ട് പിന്നെ മർദ്ദിക്കാനും ശ്രമിക്കുക. ഈ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള ആളുകളെ മാഫിയ ബന്ധത്തിന്റെ പേരിൽ ജനുവരി 16-ന് പോലീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള വാർത്തകളും 2023 ജനുവരി 16 പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാ, പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാ, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക. അതാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഒന്നും കൂടെ പറയുന്നത്. CPM-ന് വേണ്ടി ഗുണ്ടാപ്പണി എടുക്കുന്നവർ പുറത്തുമുണ്ട്, പോലീസിനകത്തുമുണ്ട്. ഇപ്പൊ പോലീസിനകത്ത് ഈ ഗുണ്ടകളാണ് പോലീസിന് നേതൃത്വം നൽകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ CPM-ന്റെ കൊട്ടേഷൻ അനുസരിച്ച് പോലീസ് പ്രവർത്തിച്ചു എന്നാണ് ഷാഫിയുടെ കോൺഗ്രസിന്റെയും ആരോപണം. ഈ പോലീസുകാരൻ ആരാണെന്നും ഷാഫി പറയുന്നുണ്ട്. അഭിലാഷ് ഡേവിഡ്. 2 വർഷം മുൻപ് ഈ പോലീസുകാരനെ കുറിച്ച് മാതൃഭൂമി ന്യൂസ് നൽകിയ വാർത്തയാണ് ഷാഫി ഇന്ന് തെളിവായി മുന്നോട്ട് വെച്ചത്. ശക്തമായ നടപടികൾ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ 3 പോലീസുകാരെ പിരിച്ചുവിട്ടുകൊണ്ടാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു ഉത്തരവിറക്കിയിരിക്കുന്നത്. CI അഭിലാഷ് ഡേവിഡ്, പോലീസ് ഡ്രൈവർ ഷെറി S രാജ്, ട്രാഫിക് സ്റ്റേഷനിലെ പോലീസുകാരൻ റെജി ഡേവിഡ് എന്നിവരെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിൽ CI ആയ അഭിലാഷ് ഡേവിഡ് ഇപ്പോൾ നിലവിൽ റെയിൽവേ പോലീസ് CI ആയിരുന്നു. ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ ഇപ്പോൾ സസ്പെൻഷനിലാണ്. CI അഭിലാഷ് ഡേവിഡ് ശ്രീകാര്യം SHO ആയിരിക്കുമ്പോൾ ലൈംഗിക പീഡന കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്നുള്ള ആരോപണം, ആ ആരോപണത്തിന്റെ പേരിലാണ് ഇപ്പോൾ സേനയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. ഈ അഭിലാഷ് ഡേവിഡ് എന്തിനാണ് 2023 ജനുവരി 16-ന് അഭിലാഷിനെ പുറത്താക്കിയത്? അഭിലാഷിനെതിരായ കേസ് എന്തായിരുന്നു? അനന്തകൃഷ്ണൻ വിശദീകരിക്കും. 2023 ജനുവരി 20-നാണ് അഭിലാഷ് ഡേവിഡുമായി ബന്ധപ്പെട്ട ഈ വാർത്ത നമ്മൾ നൽകുന്നത്. അതിന് കാരണം അന്ന് അഭിലാഷ് ഡേവിഡിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പൊതുവെ തിരുവനന്തപുരം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുണ്ടാബന്ധം ആരോപണം ഉയരുന്ന സാഹചര്യമാണ്. അന്ന് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന അനിൽകാന്ത് ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു. അന്ന് മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും നടപടി നേരിടേണ്ടി വന്നു. തിരുവനന്തപുരം സിറ്റിയിലെ അടക്കം, റൂറലിലെ അടക്കം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായി. അന്ന് ആദ്യം ശ്രീകാര്യം SHO ആയിരുന്നു അഭിലാഷ് ഡേവിഡ്. അതിനുശേഷം ആരോപണങ്ങളെ തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ
അഡീഷൻ SHO ആക്കി ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. ശ്രീകാര്യം SHO ആയിരിക്കെ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ടു എന്ന ആരോപണത്തിലാണ് പിന്നീട് അഭിലാഷ് ഡേവിഡിനെതിരെ സസ്പെൻഷൻ നടപടി വരുന്നത്. ഇതിന് പിന്നാലെ ശ്രീകാര്യത്ത് രജിസ്റ്റർ ചെയ്തൊരു ലൈംഗിക ആരോപണ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം വൈകിപ്പിച്ചു എന്നുള്ളൊരു ആരോപണം കൂടി വന്നു. ഇതിന്റെ സാഹചര്യത്തിലാണ് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു പിരിച്ചുവിടൽ നടപടികൾ ആരംഭിച്ചത്. അന്ന് പിരിച്ചുവിട്ടു എന്നാണ് പോലീസ് അറിയിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അന്ന് ആ വാർത്ത നൽകിയത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് അഭിലാഷ് ഡേവിഡ് അടക്കം 3 ഉദ്യോഗസ്ഥർക്കും പിരിച്ചുവിടൽ നോട്ടീസ് മാത്രമാണ് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അഭിലാഷ് ഡേവിഡ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. ഏതാണ്ട് 1.5 വർഷത്തോളം നീണ്ടു നിന്നു ആ നടപടി. അതിനുശേഷമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഈ അഭിലാഷ് ഡേവിഡിനെ തിരികെ സർവീസിൽ കയറ്റാൻ വേണ്ടിയുള്ള ഉത്തരവ് ഇറക്കിയത്. ആ ഉത്തരവിന് സർക്കാരിന്റെ നിലപാടും അനുകൂലമായി. കാരണം അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാൻ തക്ക കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളൊരു നിലപാടാണ് സർക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ എടുത്തത്. അപ്പോൾ പിരിച്ചുവിടാൻ തീരുമാനമെടുത്ത സർക്കാർ തന്നെ അഭിലാഷിനെ സർവീസിൽ തിരിച്ചെടുക്കാൻ അനുകൂലമായ ഒരു നിലപാട് കൂടി എടുത്ത ഒരു വിരോധാഭാസവും ഈ കാര്യത്തിൽ ഉണ്ട്. ഗുണ്ടാ ബന്ധത്തിന് പുറത്താക്കിയെന്ന് പോലീസ് പറഞ്ഞ അഭിലാഷ് എങ്ങനെയാണ് സർവീസിൽ തിരിച്ചെത്തിയത്? അതെന്ത് മറിമായമാണ്? അപ്പോൾ സാറ് നേരത്തെ ഈ ഷാഫി പറയുന്നത് നേരത്തെ ഗുണ്ടകളുമായിട്ട് സാറിന് ബന്ധമുണ്ടായിരുന്നു, അങ്ങനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അതെന്താണ് അതിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നതാണ്. എനിക്ക് സസ്പെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു കയറുകയും ചെയ്തു അല്ലേ? തിരുവനന്തപുരത്തെ പോലീസ് സേനയുടെ ശുദ്ധീകരണത്തിന്റെ ഭാഗമായാണ് അന്ന് അഭിലാഷിനെതിരെ നടപടിയെടുത്തത്. ട്രൈബ്യൂണലിൽ പോയപ്പോൾ സർക്കാർ നിലപാട് അഭിലാഷിന് അനുകൂലമായി. തിരികെ സർവീസിൽ. അവിടെയാണ് കുറച്ചു ദിവസം മുൻപ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം പ്രസക്തമാകുന്നത്. മറന്നു കാണില്ല, അത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ. എന്നാലും നമുക്കൊന്ന് കേൾക്കാം. കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടത്. രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയുമോ? ഈ പുതിയ സമീപനം അതേപോലെ ഉൾക്കൊള്ളാത്തവരുണ്ടാവും, പഴയതിൻ്റെ ഹാങ് ഓവറിൽ നിൽക്കുന്നവരുണ്ടാവും. ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന സമീപനം അത് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാക്കി. ഈ അഭിലാഷിനെ പോലെയാണോ മേൽ പറഞ്ഞ 144 പേർക്കെതിരെയും എടുത്ത നടപടി? അങ്ങനെയാണെങ്കിൽ ആ 144 പേരും ഇന്ന് സർവീസിൽ കാണും. അഭിലാഷ് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. സംഘർഷമുണ്ടായ ഇടത്തായിരുന്നില്ല തനിക്ക് ഡ്യൂട്ടി എന്ന്. പിന്നെ എവിടെയായിരുന്നു? തൊട്ടടുത്ത പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ. സംഘർഷമുണ്ടായ സ്ഥലത്തല്ല, അവിടെ നിന്ന് 25 മീറ്റർ അകലെയായിരുന്നു അത്ര ഡ്യൂട്ടി. കേട്ടത് തെറ്റിയതല്ല, 25 മീറ്റർ അകലെ തന്നെ. അപ്പൊ അതെ, അവിടെ ഈ സംഘർഷം ഉണ്ടായപ്പോ അഭിലാഷ് സാർ അവിടെ മർദ്ദിച്ചു എന്നാണ് ഷാഫി പറയുന്നത്. അതെ അതെ, അങ്ങനെയാ അതിന്റെ ഒരു വസ്തുത. എനിക്ക് അന്ന് അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ബസ് സ്റ്റാൻഡിലായിരുന്നു ഡ്യൂട്ടി. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 10-25 മീറ്റർ ഇപ്പുറത്താണ് ഈ സംഭവം നടക്കുന്നത്. അതെ, അവിടെ ലോക്കൽ DSCയും ബാക്കി ഉദ്യോഗസ്ഥരായിരുന്നു അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. ഇതിലും നല്ലൊരു ക്യാപ്സ്യൂൾ എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. കേട്ടാൽ തോന്നും 25 മീറ്ററിൽ പേരാമ്പ്രയിൽ നിന്ന് കോഴിക്കോട് ടൗൺ എത്തുമെന്ന്. 1 മിനിറ്റ് തികച്ചു വേണോ ആ 25 മീറ്റർ നടക്കാൻ? ഷാഫിയുടെ പരിക്കിനെ പറ്റി, ഷാഫിയുടെ ശസ്ത്രക്രിയയെ ആക്ഷേപിക്കുന്ന പോസ്റ്റുകൾ സൈബർ ഇടങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ചോരയിറ്റുന്ന മൂക്കുമായി നിൽക്കുന്ന ഷാഫിയെ ഷാഫി ഷോ എന്ന് പറഞ്ഞാണ് CPM സൈബർ അണികൾ പരിഹസിച്ചത്. ഇത് ഏറ്റുപിടിച്ച CPM-ലെ മുതിർന്ന നേതാക്കളും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇന്ന് ഷാഫി മറുപടി നൽകുന്നുണ്ട്. പിറ്റേ ദിവസം റാലി നടത്തിയിട്ട് EP ജയരാജനെ പോലെ ആളുകൾ കൊണ്ടുവന്നിട്ട് ഇപ്പൊ മൂക്കിന്റെ പാലേ പോയിട്ടുള്ളൂ. കയ്യൂക്കുള്ള ആളുകൾ, പോലീസും ഞങ്ങളും തമ്മിലുണ്ടായിട്ടുള്ള ഒരു സമരത്തിനിടയിട്ടുണ്ടായിട്ടുള്ള സംഘർഷത്തിന്റെ പുറത്ത് CPM റാലി നടത്തിയിട്ട് പ്രവർത്തകരോട് ബാക്കി അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നതിന്റെ റീസൺ എന്താ? ഞാൻ ചില ഭരണവിലാസം യുവജന സംഘടനാ നേതാക്കന്മാരുടെ പത്രസമ്മേളനത്തിലും അവരുടെ അവകാശവാദങ്ങളെയൊന്നും ഗൗരവത്തിലെടുക്കുന്നില്ല. പക്ഷെ എനിക്ക് അവരുടെ പ്രവർത്തകരെ ഓർത്തിട്ട് സാധാവുണ്ട്. സമരകാലത്തെ പറ്റി പറയുന്നവരും സമരവീര്യത്തെ പറ്റി പ്രസംഗിച്ചവരൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഭരണത്തിന്റെ സുഖലോലുപതക്ക് അടിമകളായിട്ട് മാറിയിരിക്കുകയാണ്. സമരമൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ അലർജിയും പുച്ഛമാണ്.
സമരരംഗത്ത് വീഴുന്ന ചോരയോട് അവർക്കിപ്പോ പരിഹാസമാണ്. പോലീസ് അതിക്രമത്തെ തുടർന്നാണ് ഷാഫിക്ക് പരിക്കേറ്റത്. അതിലൊരു സംശയവുമില്ല. പോലീസ് നടപടിയെ തുടർന്ന് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ എന്തൊക്കെ അധിക്ഷേപമാണ് ചൊരിഞ്ഞത്. രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, പക്ഷേ രാഷ്ട്രീയ എതിരാളികൾ അയുക്തികമായി സോഷ്യൽ മീഡിയയിൽ താടി വടിച്ചില്ലേ, മീശ വടിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് എന്ത് ധാർമ്മികതയുടെ പേരിലാണ്? മൂക്കിന്റെ പാലം തകർന്ന് കിടക്കുമ്പോഴും അത് ഷോയാണെന്ന് പറഞ്ഞു പരത്തുന്നത് ഏത് സംസ്കാരമാണ്? ഇനി അതാണ് ശരിയെങ്കിൽ ഫേക്ക് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയ ആശുപത്രിക്ക് നേരെ കേസെടുക്കാൻ പറയും.